ആഭ്യന്തര വകുപ്പിലെ അനാവശ്യ കൈകടത്തലുകളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു PV അൻവറിന്റെ പത്രസമ്മേളനം. താനുമായി ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ഭരണപക്ഷം ഡിവൈഎസ്പി ഷാജിയെ സസ്പെൻഡ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റാരോപിതരായ എത്രയോ ഉദ്യോഗസ്ഥർ ഇന്നും പദവിയിലിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും എന്നാൽ യഥാർത്ഥത്തിൽ MI ഷാജിയുടെ സസ്പെൻഷൻ പിന്നിൽ CPM RSS ബന്ധമാണെന്നും പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ അവസാന തെളിവാണ് ഈ സസ്പെൻഷനെന്നും അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി കൊലപാതകങ്ങൾക്ക് ില്ലാത്ത കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ലഹരി മാഫിയകൾക്ക് അനുകൂലമാക്കിയ നടപടി ഭരണപക്ഷത്തിന് നേർക്കുള്ള ആയുധമാക്കിയും മുഖ്യമന്ത്രിയുടെ നിർവികാരതയെ ചോദ്യം ചെയ്തുമായിരുന്നു PV അൻവറിന്റെ പ്രസ്താവന. നാളെ ഈ കൊലക്കത്തി നിങ്ങളുടെയും കഴുത്തിലേക്കാ. ഒരു തർക്കം നിങ്ങൾ കരുതണ്ട, എന്റെയും കഴുത്തിലേക്ക് വരും. കാരണം ഈ കത്തിയുമായി വരുന്നവന് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തവനാണ്. സ്വന്തം ഉമ്മാനെ കൊല്ലുന്നവന് എന്താ ഒരു പത്രക്കാരനെ കൊല്ലുന്നതിന്, എന്താ ഒരു പൊതുപ്രവർത്തകനെ കൊല്ലുന്നതിന്, സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുന്നവനാവൻ. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് വന്ന വാർത്ത 80 വയസ്സുള്ള അമ്മമ്മയെ 16 വയസ്സുള്ള ചെക്കൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് വന്ന വാർത്തയല്ലേ? ഈ ആളുകളുടെ കയ്യിലാണ് ആയുധവും കത്തിയുള്ളത്. നിങ്ങളുടെ ജീവിതം ലൈഫിന് എന്തുറപ്പ്? ഇതിൽ ഇടപെടുന്നവരുടെ ലൈഫിന് എന്തുറപ്പ്? ഒരാളും ഇടപെടാതെ ആകും. സർക്കാർ ആഗ്രഹിക്കുന്ന അതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഈ സുജിത് ദാസിനെ പോലെയും ഈ പറയുന്ന അജിത് കുമാറിനെ പോലെയുമുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞ 8-8.5 വർഷമായിട്ട് ഇവരാണിത് കൈയാളുന്നത്. അത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ കയ്യിൽ കേരളത്തിന്റെ പോലീസിനെ മുഖ്യമന്ത്രി പിണറായി ഏൽപ്പിച്ചു. അവർക്ക് കച്ചവടം ചെയ്യാനും സമ്പത്തുണ്ടാക്കാനും ഉള്ള ഒരു മേഖലയായി ഈ മയക്കുമരുന്ന് മേഖലയെ പോലീസിലെ ഒരു വിഭാഗം മാറ്റി. ജനങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പൊതുവായിട്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഇറങ്ങി ഈ സർക്കാരിനെ കൊണ്ട് ഇന്നുള്ള പിണറായിയുടെ നിലപാട് മാറ്റിക്കുന്ന ഒരു സമര പരിപാടിയിലേക്ക് ജനങ്ങള്, പ്രതിപക്ഷം ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പോ ഈ സുജിത് ദാസിനെ തിരിച്ചെടുക്കുകയും അജിത് കുമാറിനെ ADGP ആകാൻ വേണ്ടി DGPക്ക് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവരെടുക്കേണ്ട നിലപാടുകൾ എടുത്തായിട്ട് കാണുന്നില്ല. CPI വലിയ പാളുണ്ടാക്കിയിരുന്നില്ല. അവരെവിടെ? കംപ്ലൈന്റിന്റെ എന്ന നിലയ്ക്ക് എനിക്കെന്താ ചെയ്യാൻ പറ്റുക? എനിക്കാകെ ചെയ്യാൻ പറ്റുക ഈ സെലക്ഷനെതിരെ പരാതി കൊടുക്കുന്ന. അത് പരാതി നമ്മൾ ലീഗലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ UPSCക്ക് പരാതി കൊടുക്കുന്നുണ്ട്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. ഈ പറയുന്ന ADGP അജിത് കുമാർ ഈ കേസുകളിൽ മുഴുവൻ കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള റെക്കമെൻഡേഷൻ പാനലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ഈ പരാതികൾ കൊടുക്കാനേ കഴിയുള്ളൂ. അതിനെയും മറികടന്നെടുത്താൽ നമുക്ക് കോടതി പോകാൻ പറ്റും, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാൻ പറ്റും. അവിടെയാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിൻസിയറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ നിലപാട് നാളെ നിങ്ങൾ കത്തിക്കരയാകാം, ഈ പറയുന്ന ഞാൻ കത്തിക്കരയാകാം, വാർത്ത കൊടുക്കുന്നവനും കത്തിക്കരയാകാം, അതിന് സഹായിച്ചവൻ കത്തിക്കരയാകാം. ആ ഒരു അവസ്ഥയിൽ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ സർക്കാരിനെ ഉണർത്താനും സർക്കാർ ഇന്ന് ഈ മയക്കുമരുന്ന് ലോബിയോട് ഒപ്പം ചേർന്നെടുക്കുന്ന ഈ നിലപാടിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം ചെലുത്താനും നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സമരപരിപാടി ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ ഇലക്ഷനിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടായേക്കാം എന്ന ആശങ്കയും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, News 99.